ഇന്ത്യയുടെയും യൂറോപ്യൻ യൂണിയൻ്റെയും ഇടയിൽ കഴിഞ്ഞ 20 വർഷങ്ങളായി, കൃത്യമായി പറഞ്ഞാൽ 2007 മുതൽ ഒരു വ്യാപാര കരാറിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രേഡ് ഡീലിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളും നെഗോഷിയേഷൻസും ഒക്കെ നടന്നു വരികയായിരുന്നു. ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഈ രണ്ട് രാജ്യങ്ങളുടെയും ഇടയിൽ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര വ്യാപാര കരാർ നിലവിൽ വന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള ഒരു സാധാരണ ട്രേഡ് ഡീൽ എന്നതിനേക്കാൾ ഉപരി മദർ ഓഫ് ഓൾ ഡീൽസ് അല്ലെങ്കിൽ ലോക വ്യാപാരത്തെയും ലോക സാമ്പത്തിക മേഖലയെയും മുഴുവൻ വ്യാപിക്കാൻ സാധ്യതയുള്ള ഒരു ഡീൽ എന്നൊക്കെയാണ് ഈ ഡീലിനെ ഈ രണ്ട് രാജ്യങ്ങളുടെയും തലവന്മാർ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യയുടെയും യൂറോപ്യൻ യൂണിയൻ്റെയും ഇടയിലുള്ള ഈ ട്രേഡ് ഡീലിനെ ഇത്രയും വലിയൊരു ഡീലായിട്ട് എല്ലാവരും വിളിക്കുന്നത്? രണ്ടാമത്തെ ചോദ്യം, ഈ ട്രേഡ് ഡീലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഇവിടുത്തെ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് അല്ലെങ്കിൽ ഇവിടുത്തെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? മൂന്നാമത്തെ കാര്യം, ഈ ഒരു ഡീല് ലോക വ്യാപാരത്തെയും സാമ്പത്തിക മേഖലയെയും മാത്രമല്ല ജിയോ പൊളിറ്റിക്കലായിട്ട് ലോകത്ത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കും, US-നെതിരെയുള്ള വലിയൊരു നീക്കമാണ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. അപ്പോൾ ഇവിടുത്തെ ഒന്നാമത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് ഈ ഒരു ഡീലിനെ ഇത്ര വലിയ ഡീൽ അല്ലെങ്കിൽ മദർ ഓഫ് ഓൾ ഡീൽസ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്? അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മളിവിടെ ട്രേഡിനെ കുറിച്ചും താരിഫിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. എങ്ങനെയാണ് താരിഫ് വർക്ക് ചെയ്യുന്നത് എന്ന് വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഈ ചാനലിൽ മുന്നേ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് വേണ്ടി ഇവിടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ട്രേഡ് ഡീൽ വന്നിരിക്കുന്നത് ഇന്ത്യയുടെയും യൂറോപ്യൻ യൂണിയൻ്റെയും ഇടയിലാണ്. യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 27 രാജ്യങ്ങളാണ് അവിടെ മെമ്പർമാരായിട്ടുള്ളത്. അപ്പോൾ 28 രാജ്യങ്ങളുടെ ഇടയിലാണ് ഈ ഒരു ഡീൽ നിലവിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ യൂണിയനെ കമ്പൈൻഡ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ എക്കോണമിയാണ് എന്ന് കാണാം. ഇന്ത്യ ലോകത്തിലെ 4ാമത്തെ ഏറ്റവും വലിയ എക്കോണമിയാണ്. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളുടെ അല്ലെങ്കിൽ ഈ 28 രാജ്യങ്ങളുടെയും GDP കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ലോക GDPയുടെ 25% അല്ലെങ്കിൽ 4/1 അവിടെ വരുന്നത് നമുക്ക് കാണാം. ഇനി ഈ രാജ്യങ്ങളുടെ എല്ലാം ജനസംഖ്യ എടുത്തു കഴിഞ്ഞാലോ 200 കോടി, അതായത് ലോക ജനസംഖ്യയുടെ 4/1 അവിടെ വരികയാണ്. അപ്പോൾ ഇത് കേവലം ഇന്ത്യയുടെയും യൂറോപ്യൻ യൂണിയൻ്റെയും ഇടയിലുള്ള ഒരു ഡീൽ എന്നതിനേക്കാൾ ലോകത്തിലെ രണ്ട് ഭീമന്മാരുടെ അല്ലെങ്കിൽ ലോക മാർക്കറ്റിൻ്റെ ഒരു വലിയ ഭാഗം തന്നെ ഈ ഡീലിൻ്റെ ഭാഗമായിട്ടുള്ളത് കൊണ്ട് ഇത് ലോക വ്യാപാര മേഖലയെയും ലോക സാമ്പത്തിക മേഖലയും ഒരുപോലെ ബാധിക്കുന്ന ഒരു വലിയ ഡീലായതുകൊണ്ട് ഇതിനെ മദർ ഓഫ് ഓൾ ഡീൽ എന്ന് വിശേഷിപ്പിക്കുന്നു. ഇനി ഇവിടുത്തെ മറ്റൊരു കാരണം എന്ന് പറയുന്നത്, ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 2007 മുതൽ കഴിഞ്ഞ 19 അല്ലെങ്കിൽ 20 വർഷത്തോളമായി ഇതിൻ്റെ ഭാഗമായിട്ടുള്ള നെഗോഷിയേഷൻ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചും യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ചും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ചില മേഖലകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു സൊല്യൂഷനിലെത്താൻ സാധിക്കാത്തതുകൊണ്ട് പല സമയത്തും ഈ നെഗോഷിയേഷൻ തടസ്സപ്പെടുകയാണ്. എന്നാൽ ഒരു 2022 കോവിഡിനൊക്കെ ശേഷം ലോകത്തിൻ്റെ സാമ്പത്തിക മേഖലയിൽ വ്യാപാര മേഖലയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു. റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞപ്പോഴും പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഡൊണാൾഡ് ട്രംപ് രണ്ടാമതും അമേരിക്കൻ പ്രസിഡന്റായി വന്നു കഴിഞ്ഞപ്പോൾ താരിഫിൻ്റെയും ട്രേഡിൻ്റെയൊക്കെ ഭാഗമായിട്ട് പല പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും അവരുടെ പ്രശ്നങ്ങളെല്ലാം മാറ്റിവെച്ച് ഒരു സൊല്യൂഷനിലേക്ക് എത്താൻ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടത്തുകയാണ്. അപ്പോൾ അത്രയും നീണ്ടു നിന്ന ഒരു വലിയ ചർച്ചയുടെ ഭാഗമായിട്ട് ഈ ഡീൽ മുന്നോട്ട് വന്നതുകൊണ്ടും ഇതിനെ മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഡീലിൻ്റെ ആ ഒരു വലിപ്പവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇവിടുത്തെ രണ്ടാമത്തെ ചോദ്യം, ഈ ഡീലിൻ്റെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് എന്തൊക്കെയാണ്, പുതിയ താരിഫ് റേറ്റുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ കാര്യങ്ങളാണ് ഈ താരിഫ് ബ്രാക്കറ്റുകളിൽ വരുന്നത് മുതലായ ചോദ്യങ്ങളാണ് ഇവിടെ ഉയർന്നു വരുന്നത്. അപ്പോൾ ഈ ഡീലിൻ്റെ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിലേക്ക് കടക്കുമ്പോൾ ടെക്നിക്കലായിട്ടുള്ളൊരു കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ഈ ഡീൽ അംഗീകരിച്ചു എന്നതുകൊണ്ട് നാളെ മുതൽ ഈ ഡീൽ പ്രാബല്യത്തിൽ വരില്ല. അതിന് മുമ്പ് ടെക്നിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കാനുണ്ട്. ആദ്യം ചെയ്യുന്നത് 10-15 ദിവസം നീണ്ടു നിന്നിട്ടുള്ള ഒരു ലീഗൽ വെറ്റിംഗ് യൂറോപ്യൻ യൂണിയനിൽ നടക്കുന്നു എന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞു 27 രാജ്യങ്ങളാണ് യൂറോപ്യൻ യൂണിയനിലുള്ളത്. ആ രാജ്യങ്ങളുടെ എല്ലാം ഭാഷകളിലേക്ക് ഈ ഡീൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നു. ഈ രാജ്യങ്ങളെല്ലാം അതിനെക്കുറിച്ച് പഠിക്കുന്നു. അതിനുശേഷം യൂറോപ്യൻ യൂണിയൻ പാർലമെൻറ്റിൽ ഈ ഡീൽ വരികയും അത് വോട്ടിനിട്ട് പാസ്സാവുകയും ചെയ്യുമ്പോഴാണ് ഈ ഡീൽ നിലവിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എക്സ്പേർട്സ് അഭിപ്രായപ്പെടുന്നത് ഏകദേശം 6-7 മാസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സിന് ശേഷം മാത്രമേ ഈ ഒരു ഡീൽ പ്രാബല്യത്തിൽ വരികയുള്ളൂ എന്നാണ്. ഇനി ഈ ഡീലുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടുത്ത ഫാക്റ്റുകൾ എന്ന് പറയുന്നത്, ഈ രണ്ട് രാജ്യങ്ങൾ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന കാര്യങ്ങളിലും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന കാര്യങ്ങളിലെ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ വസ്തുക്കളും ഈ ട്രേഡ് ഡീലിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ചില കാര്യങ്ങളെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, നമ്മുടെ രാജ്യത്തും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലും സെൻസിറ്റീവ് ആയിട്ടുള്ള ചില ഇൻഡസ്ട്രികളുണ്ട്.
ഇപ്പോൾ ഇന്ത്യയുടെ ഉദാഹരണം നോക്കുകയാണെങ്കിൽ നമ്മുടെ കാർഷിക മേഖല, ഇപ്പോൾ നമ്മൾ ഈ ഒരു ട്രേഡ് ഡീലിൻ്റെ ഭാഗമായിട്ട് യൂറോപ്യൻ യൂണിയനിലെ അഗ്രികൾച്ചർ പ്രൊഡക്ട്സിൻ്റെ എല്ലാം താരിഫ് എടുത്തു കളയുകയോ അല്ലെങ്കിൽ താരിഫ് കുറയ്ക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ യൂറോപ്പിൽ നിന്നുള്ള അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് എല്ലാം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയും അത് ഇന്ത്യയിലെ അഗ്രികൾച്ചർ പ്രൊഡക്ട്സിൻ്റെ ഒരു കോമ്പറ്റീഷനായി മാറുകയും ഇന്ത്യയുടെ കാർഷിക മേഖലയെ അത് സാരമായി ബാധിക്കുകയും ചെയ്യും. നമ്മുടെ കാർഷിക മേഖല എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിൽ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയായതുകൊണ്ട് തന്നെ അത് നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ അഗ്രികൾച്ചർ പ്രോഡക്ട്സ്, ഇന്ത്യൻ ഡയറി പ്രോഡക്ട്സ് പോലെയുള്ള ചില കാര്യങ്ങളെ ഈ ഒരു ഡീലിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് കാണാം. ഇനി യൂറോപ്പിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലോ അവർക്കും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ചില ഇൻഡസ്ട്രികളുണ്ട്. ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ ബീഫ്, ഷുഗർ, ഹണി, ബനാന പോലെയുള്ള പല കാര്യങ്ങളെയും ഈ ഒരു ട്രേഡ് ഡീലിൽ നിന്ന് അവരും ഒഴിവാക്കിയിരിക്കുന്നത് കാണാം. അപ്പോൾ അടുത്ത ചോദ്യം ഉയർന്നു വരികയാണ്, എന്തൊക്കെ കാര്യങ്ങളെയാണ് ഈ ട്രേഡ് ഡീലിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? അപ്പോൾ നമ്മൾ ഇന്ത്യയുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുകയാണെങ്കിൽ, അതായത് ഇന്ത്യയിൽ നിന്നും യൂറോപ്യൻ യൂണിയനിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങളെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് പറയുന്നത് നമ്മുടെ 97% താരിഫ് ലൈന് അല്ലെങ്കിൽ നമ്മുടെ 99.5% ട്രേഡ് വാല്യൂ ഈ ഒരു ഡീലിൻ്റെ ഭാഗമായിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഈ താരിഫ് ലൈനും ട്രേഡ് വാല്യൂവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കയറ്റുമതി ചെയ്യുന്ന പ്രൊഡക്റ്റുകളുടെ എത്ര ശതമാനം എന്നതിനെയാണ് താരിഫ് ലൈൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ 100 പ്രൊഡക്ട്സ് യൂറോപ്യൻ യൂണിയനിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്, അതിനകത്തെ 97 പ്രൊഡക്റ്റുകളും ഈ ഒരു ട്രേഡ് ഡീലിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ അതിനെയാണ് 97% താരിഫ് ലൈൻ എന്ന് പറയുന്നത്. ഇനി ട്രേഡ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂറോപ്യൻ യൂണിയനിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന മുഴുവൻ ആ എക്സ്പോർട്ടിൻ്റെ വാല്യൂവിൻ്റെ എത്ര ശതമാനം ഈ ഡീലിൻ്റെ ഭാഗമായിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ നമ്മൾ 100 കോടി രൂപയുടെ സാധനം ഇന്ത്യയിൽ നിന്ന് യൂറോപ്യൻ യൂണിയനിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്, അതിനകത്ത് 99.5 കോടി രൂപയുടെ സാധനം ഈ ട്രേഡ് ഡീലിൻ്റെ ഭാഗമായിട്ടുള്ളതുകൊണ്ടാണ് അതിനെ 99.5% എന്ന് പറയുന്നത്. സോ ഇന്ത്യയിൽ നിന്ന് യൂറോപ്യൻ യൂണിയനിലേക്ക് കയറ്റുമതി ചെയ്യുന്ന 97% താരിഫ് ലൈനും 99.5% ട്രേഡ് വാല്യൂ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഇത്തരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വസ്തുക്കളുടെ താരിഫിൽ എന്ത് മാറ്റമാണ് വരുത്തിയിരിക്കുന്നത് എന്ന് നോക്കാം. ഇതിനകത്ത് 90.7% വസ്തുക്കളുടെയും താരിഫ് ഈ ഡീല് വരുന്നതിൻ്റെ പിറ്റേ ദിവസം മുതൽ 0% ആവുകയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലുള്ള ഡ്യൂട്ടി എല്ലാം എടുത്തു കളയാൻ പോവുകയാണ്. അപ്പോൾ ഇതിനകത്ത് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട പ്രൊഡക്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, ടെക്സ്റ്റൈൽ ആൻഡ് അപ്പാരൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 12% താരിഫ് യൂറോപ്യൻ യൂണിയനിൽ ഉണ്ടായിരുന്നത് 0% ആവാൻ പോവുകയാണ്. അതുപോലെ തന്നെ ലെതർ ആൻഡ് ഫുട്വെയറിൽ 17% താരിഫ് ഉണ്ടായിരുന്നത് 0% ആവാൻ പോവുകയാണ്. അതുപോലെ ജെംസ്, ജ്വല്ലറി, കെമിക്കൽസ് പോലെയുള്ള ഇന്ത്യൻ എക്സ്പോർട്ടുകൾക്ക് ഈ ഒരു ഡീൽ നിലവിൽ വന്നു കഴിഞ്ഞാൽ യൂറോപ്യൻ മാർക്കറ്റുകൾ ഇനി മുതൽ 0% താരിഫായിരിക്കും. ഇതിൻ്റെ ഒരു ട്രേഡ് വാല്യൂ നോക്കുകയാണെങ്കിൽ $33 ബില്യൺ അല്ലെങ്കിൽ 2.87 ലക്ഷം കോടി ഇന്ത്യൻ രൂപയാണെന്ന് നമുക്ക് കാണാം. സോ അത്രയും വലിയൊരു ബൂസ്റ്റ് ഇന്ത്യൻ എക്സ്പോർട്ടുകൾക്ക് കിട്ടുകയാണ്. ഇനി ഇന്ത്യയിൽ നിന്നും യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഏകദേശം 2.9% പ്രൊഡക്റ്റുകളുടെ താരിഫ് പതിയെ കുറയുകയാണ്. അതായത് ഒറ്റയടിക്ക് ഇത് 0% ആകില്ല, ഒരു 3 വർഷം 5 വർഷമൊക്കെ കഴിയുമ്പോഴത്തേനും അതിൻ്റെ താരിഫ് 0% ആയിട്ട് കുറയും. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രോസസ്ഡ് ഫുഡ്, ആംസ് ആൻഡ് അമ്യൂണിഷൻ പോലെയുള്ള കാര്യങ്ങളാണ് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇനി ബാക്കി വരുന്ന ഏകദേശം 6% ഇന്ത്യൻ എക്സ്പോർട്ടുകൾക്ക് യൂറോപ്യൻ മാർക്കറ്റിലെ താരിഫ് 0% ആവില്ല, പക്ഷേ അതിന് ഗണ്യമായിട്ടുള്ള ഒരു കുറവുണ്ടായിരിക്കും. ഇപ്പോൾ ഉള്ള താരിഫിൽ നിന്നും വലിയൊരു കുറവ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ പൗൾട്രി, ബേക്കറി പ്രൊഡക്ട്സ് പോലെയുള്ള സാധനങ്ങളാണ് ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ ഇത്തരത്തിലാണ് സാധനങ്ങളെ ഓരോ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നതും അതിൻ്റെ താരിഫിൽ വരുന്ന മാറ്റങ്ങളും എന്നുള്ളത് മനസ്സിലാക്കുക. പക്ഷേ ഇന്ത്യൻ എക്കോണമിയിൽ ഈ മേഖലകൾക്ക് വലിയൊരു പ്രത്യേകതയുണ്ടെന്ന് കാണാം. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ടെക്സ്റ്റൈൽ ആൻഡ് അപ്പാരൽസ്, അതുപോലെ തന്നെ ഫുട്വെയർ ഇൻഡസ്ട്രികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഇൻഡസ്ട്രികളാണ്. അതായത് വലിയ വലിയ കമ്പനികളൊക്കെ ഉണ്ടെങ്കിലും ചെറുകിട വ്യവസായങ്ങളിലൊക്കെ ധാരാളം ഇത്തരം കാര്യങ്ങൾ നിർമ്മിക്കപ്പെടുന്നുണ്ട്, ഒരുപാട് ആളുകൾ ആ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന പ്രൊഡക്റ്റുകളുടെ വില യൂറോപ്യൻ മാർക്കറ്റിൽ കുറയുകയാണെങ്കിൽ അതിൻ്റെ എല്ലാം ഡിമാൻഡ് വരുമ്പോൾ അത്തരം സാധനങ്ങൾക്ക് ഇന്ത്യയിൽ പ്രൊഡക്ഷൻ കൂടും. അങ്ങനെ പ്രൊഡക്ഷൻ കൂടുമ്പോൾ കൂടുതൽ പേർക്ക് തൊഴിൽ ലഭിക്കുന്നതിനും കാരണമാകും. അത് നമ്മുടെ സാമ്പത്തിക മേഖലയെ വലിയ രീതിയിൽ ബൂസ്റ്റ് ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ രീതിയിലാണ് ഗുഡ്സിലുള്ള താരിഫ് ചേഞ്ചുകൾ ഇന്ത്യയെ ഇമ്പാക്റ്റ് ചെയ്യുന്നത്. ഇനി ഗുഡ്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, സർവീസ് സെക്ടറിലും ഇതുപോലെയുള്ള വലിയ ചേഞ്ചുകൾ വരികയാണ്. സർവീസ് സെക്ടറിലെ ഏകദേശം 144 സബ് സെക്ടറുകളിൽ താരിഫിൻ്റെയൊക്കെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള കുറവുകൾ വരുന്നു. യൂറോപ്യൻ മാർക്കറ്റ് നമുക്ക് മുന്നിൽ ഓപ്പൺ ആവാൻ പോകുന്നു. IT, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, ഇങ്ങനെയുള്ള പല സെക്ടറുകളിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഡീലിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി യൂറോപ്പിനെ ഇതെങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. യൂറോപ്യൻ യൂണിയനിൽ നിന്നും ഇന്ത്യയിലേക്ക് നടക്കുന്ന ട്രേഡിൻ്റെ 92.1% താരിഫ് ലൈനും അല്ലെങ്കിൽ 97.5% ട്രേഡ് വാല്യൂവും ഈ ഒരു ഡീലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാണാം. ഇതിനകത്ത് 49.6% പ്രോഡക്റ്റുകളുടെയും താരിഫ് ഈ ഡീൽ നിലവിൽ വന്ന ഉടനെ തന്നെ 0% മാറും, അല്ലെങ്കിൽ ഡ്യൂട്ടി ഇല്ലാതായി മാറും. ഏകദേശം 39.5% പ്രോഡക്റ്റുകളുടെ താരിഫ് ഗണ്യമായി കുറഞ്ഞ് 0% ആകും. 5 വർഷം, 7 വർഷം, 10 വർഷത്തേക്ക് ഗ്യാപ്പിൽ 0% ആയി മാറും. 3% പ്രോഡക്റ്റുകളുടെ താരിഫിൽ വലിയ രീതിയിലുള്ള കുറവുണ്ടാവും. 0% ആവുകയില്ല, എന്നാൽ താരിഫിൽ വലിയ രീതിയിലുള്ള കുറവുണ്ടാവും. ഇനി ഈ ഗുഡ്സിന് പുറമെ 102 സർവീസ് സബ് സെക്ടറുകളിലും ഇത്തരത്തിലുള്ള താരിഫ് ചേഞ്ചുകൾ ഉണ്ടാകുന്നത് യൂറോപ്യൻ യൂണിയന് ഗുണകരമായി മാറും എന്നുള്ളത് മനസ്സിലാക്കുക.
ഇനി ഈ ഒരു ഡീലിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പ്രൊഡക്റ്റുകളുടെയും അവയ്ക്ക് മുകളിലുള്ള താരിഫ് ചേഞ്ചുകളുടെയും കാര്യം പറയുമ്പോൾ 2 പ്രൊഡക്റ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട നെഗോഷിയേഷനുകൾ നടന്നത്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രവേഴ്സിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഈ 2 പ്രൊഡക്റ്റുകളുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതിലൊന്നാമത്തേതാണ് വാഹനങ്ങൾ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ യൂറോപ്യൻ വാഹനങ്ങൾക്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്കുള്ള ഇമ്പോർട്ട് ഡ്യൂട്ടി അല്ലെങ്കിൽ താരിഫ് എന്ന് പറയുന്നത് 110% എന്ന് കാണാം. സോ ആ ഒരു താരിഫ് വലിയ രീതിയിൽ താഴേക്ക് കൊണ്ടുവരികയോ 0% ആക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള യൂറോപ്യൻ വാഹനങ്ങൾക്ക് വലിയ രീതിയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ വില കുറയുകയും അത് ഇന്ത്യൻ വാഹന വിപണിയെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ വെഹിക്കിൾ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ലോകത്തിലെ 3ാമത്തെ ഏറ്റവും വലിയ വെഹിക്കിൾ ഇൻഡസ്ട്രിയാണ്. $250 ബില്യൺ അതിൻ്റെ മൂല്യം. ഇന്ത്യയിലെ 7.1% GDPയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ ഒരു ഇൻഡസ്ട്രിയാണ്. ഇന്ത്യയിലെ 30 മില്യൺ ആളുകൾക്ക് ഈ ഒരു ഇൻഡസ്ട്രി തൊഴിൽ കൊടുക്കുന്നുണ്ട്. സോ അത്രയും കോറായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ഇൻഡസ്ട്രിയെ ബാധിക്കുന്ന ഒരു നിലപാടിലേക്ക് നമുക്ക് പോകാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഈ നെഗോഷിയേഷൻസ് നീണ്ടുപോകുന്നത്. പക്ഷേ അവസാനം ഇന്ത്യയുടെയും യൂറോപ്യൻ യൂണിയൻ്റെയും ഇടയിൽ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയിരിക്കുകയാണ്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, യൂറോപ്യൻ നിർമ്മിത വാഹനങ്ങൾക്ക് ഇന്ത്യൻ മാർക്കറ്റിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി അല്ലെങ്കിൽ താരിഫ് എന്ന് പറയുന്നത് 110% അത് പതിയെ കുറച്ച് കൊണ്ടുവന്ന് ഏകദേശം ഒരു 10%-ൻ്റെയൊക്കെ ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒറ്റയടിക്കല്ല, 5-10 വർഷങ്ങൾ കൊണ്ട് 10%-ലേക്ക് എത്തിക്കാനാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എല്ലാ യൂറോപ്യൻ നിർമ്മിത വാഹനങ്ങൾക്കും ഈ ഒരു ഇളവ് ലഭിക്കുകയില്ല. 25 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വില വരുന്ന വാഹനങ്ങൾക്ക് മാത്രമാണ് ഈ താരിഫിലുള്ള ഇളവ് ലഭിക്കുന്നത്. ഇനി അത് മാത്രമല്ല, ഈ വാഹനങ്ങളിൽ ഒരു കോട്ടയും കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോ വർഷവും 2.5 ലക്ഷം വാഹനങ്ങൾക്ക് മാത്രമേ ഈ ഒരു ഇളവ് ലഭിക്കുകയുള്ളൂ. അതിനകത്ത് പല സബ് കാറ്റഗറികളുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഒരു കോട്ട, അതുപോലെ തന്നെ പെട്രോൾ ഡീസൽ വാഹനങ്ങൾക്ക് വേറൊരു കോട്ട, അതിൽ തന്നെ ഈ വാഹനങ്ങളുടെ വിലയ്ക്കനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള കോട്ടകൾ, അങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടി ഒരു വർഷം 2.5 ലക്ഷം വാഹനങ്ങൾക്ക് മാത്രമാണ് ഈ താരിഫ് ഇളവ് നൽകുകയുള്ളൂ. ഈ ഒരു തീരുമാനം എങ്ങനെയാണ് ഇന്ത്യൻ വാഹന നിർമ്മാണ മേഖലയെ സഹായിക്കുന്നത്? ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ വാഹന നിർമ്മാണ മേഖലയിൽ പ്രധാനമായിട്ട് നിർമ്മിക്കുന്നത് ഇരുചക്ര വാഹനങ്ങളും അതുപോലെ തന്നെ പാസഞ്ചർ വാഹനങ്ങളൊക്കെയാണ്. 25 ലക്ഷത്തിലൊക്കെ താഴെ മൂല്യം വരുന്ന വാഹനങ്ങളാണ് പ്രധാനമായിട്ടും നമ്മളിവിടെ നിർമ്മിക്കുന്നത്. സോ യൂറോപ്പിൽ നിന്നും വരുന്ന ആ ഒരു കാറ്റഗറിയിലുള്ള വാഹനങ്ങൾക്ക് ഇപ്പോഴും പഴയ താരിഫ് തന്നെയായിരിക്കും. അതിൻ്റെയൊന്നും വില കുറയുന്നില്ലാത്തതുകൊണ്ട് ഇന്ത്യൻ വാഹനങ്ങൾക്ക് വലിയൊരു കോമ്പറ്റീഷൻ നേരിടേണ്ടി വരുന്നില്ല. ലക്ഷറി കാറ്റഗറിയിൽ പെടുന്ന വാഹനങ്ങൾക്ക് മാത്രം ഈ ഇളവ് കൊടുക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇന്ത്യൻ വാഹന മേഖലയ്ക്ക് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട 2ാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വൈൻ, സ്പിരിറ്റ്, ബിയർ പോലെയുള്ള പ്രോഡക്റ്റുകളാണ്. സോ യൂറോപ്യൻ മാർക്കറ്റിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഇത്തരം വസ്തുക്കൾക്ക് അവയുടെ വില ഗണ്യമായി കുറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കോമ്പറ്റീഷൻ ഉണ്ടാവാനും ഇന്ത്യയിലെ ഈ മേഖലകൾക്ക് പ്രശ്നമുണ്ടാവാനും സാധ്യതയുള്ളതുകൊണ്ട് ഇവിടെയും ചില റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിരിക്കുന്നത് കാണാം. ഇപ്പോൾ വൈനുകളുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ 150% താരിഫ് ഉണ്ടായിരുന്നത് 20 മുതൽ 30% വരെയാക്കി കുറച്ചിരിക്കുന്നു. സ്പിരിറ്റിൻ്റെ കാര്യത്തിൽ 150% ഉണ്ടായിരുന്നത് 40% കുറച്ചിരിക്കുന്നു. ബിയറിൻ്റെ കാര്യത്തിൽ 110% താരിഫ് ഉണ്ടായിരുന്നത് 50% കുറച്ചിരിക്കുന്നത് കാണാം. അതായത് താരിഫ് പൂർണ്ണമായിട്ടും എടുത്തു കളഞ്ഞിട്ടില്ല. ഇപ്പോഴും കൃത്യമായിട്ടുള്ളൊരു താരിഫ് ഇത്തരം വസ്തുക്കളുടെ മുകളിലുണ്ട് എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോട്ട ഇവിടെയും നിലവിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് ഓരോ വർഷവും ബിയർ ആയിക്കൊള്ളട്ടെ, സ്പിരിറ്റ് ആയിക്കൊള്ളട്ടെ, വൈൻ ആയിക്കൊള്ളട്ടെ, ഇത്ര അളവ് മാത്രമേ ഈ കുറഞ്ഞ താരിഫിൽ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ രീതിയിലാണ് വാഹന മേഖല ആയിക്കൊള്ളട്ടെ, ഈ പറഞ്ഞിട്ടുള്ള വൈൻ, സ്പിരിറ്റ്, ബിയർ മേഖല ആയിക്കൊള്ളട്ടെ, ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ നെഗോഷിയേഷൻ നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഈ ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതിൻ്റെ ഫാക്ട്സ് അല്ലെങ്കിൽ ഇതിൻ്റെ സ്പെസിഫിക്സ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഇവിടുത്തെ അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം, ഇതൊരു ട്രേഡ് ഡീൽ ആയതുകൊണ്ട് തന്നെ ലോക വ്യാപാര മേഖലയിലും ലോക സാമ്പത്തിക മേഖലയിലും വലിയ രീതിയിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഈ ഒരു ഡീലിൻ്റെ ഭാഗമായി ജിയോ പൊളിറ്റിക്കലി വലിയ ചലനങ്ങൾ അല്ലെങ്കിൽ വലിയ ഇമ്പാക്റ്റുകൾ ഉണ്ടാവും എന്ന് പലരും പറയുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം അമേരിക്കയും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ USA എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കൺസ്യൂമർ രാജ്യവും ഇന്ത്യ ആയിക്കൊള്ളട്ടെ, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളായിക്കൊള്ളട്ടെ, ഇത്തരം രാജ്യങ്ങളുടെ എല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു ട്രേഡ് പാർട്ട്ണറുമാണ്. അപ്പോൾ ഇതിനെ പലപ്പോഴും അമേരിക്കയും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും ദുരുപയോഗം ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ തന്നെ 2ാം ടേമിൽ ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ താൻ പറയുന്ന കാര്യങ്ങൾ മറ്റ് ലോകരാജ്യങ്ങളെ അനുസരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും താൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാത്ത രാജ്യങ്ങളെ ശിക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും താരിഫ് വലിയൊരു ആയുധമായിട്ട് അദ്ദേഹം ഉപയോഗിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പല രാജ്യങ്ങൾക്ക് മുകളിൽ താരിഫ് പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം നെഗോഷിയേഷൻസിലേക്ക് കടക്കുമ്പോൾ താൻ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് മാത്രം വൺ സൈഡഡ് ആയിട്ടുള്ള നെഗോഷിയേഷൻസ് ആണ് പല ട്രേഡ് ഡീലുകളിലും നടക്കുന്നത്. മാത്രമല്ല ഇതിനകത്ത് ഒരു സ്ഥിരതയുമില്ല. ഒരു ദിവസം താരിഫ് പ്രഖ്യാപിക്കും, അടുത്ത ദിവസം താരിഫ് എടുത്തു കളയും, എന്നാൽ അതിൻ്റെ അടുത്ത ദിവസം വീണ്ടും താരിഫ് പ്രഖ്യാപിക്കും. ഇങ്ങനെയൊക്കെ അമേരിക്കയുടെ ആ ഒരു പൊസിഷൻ
ഡീൽസിനെ ദുരുപയോഗം ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇന്ത്യ ആയിക്കൊള്ളട്ടെ, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളായിക്കൊള്ളട്ടെ, നമുക്കെല്ലാം എക്കണോമിക്കായിട്ടും ട്രേഡ് പരമായിട്ടും ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യം മാറണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഈക്വൽ ആയിട്ടുള്ള, അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്യുന്ന ട്രേഡ് പാർട്ട്നേഴ്സിനെയാണ് നമുക്ക് വേണ്ടത്. മാത്രമല്ല, ഒരു നെഗോഷിയേഷൻ നടത്തുമ്പോൾ രണ്ട് രാജ്യങ്ങൾക്കും ഗുണമുണ്ടാവുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. മാത്രമല്ല, ഈ രണ്ട് രാജ്യങ്ങളുടെയും ഇടയിൽ ട്രേഡിൻ്റെ ഭാഗമായിട്ടൊരു ക്ലാരിറ്റി വേണം. ഏതൊക്കെ കാര്യങ്ങളാണ് ട്രേഡ് ഡീലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ഈ ഓരോ പ്രോഡക്ട്സിൻ്റെ മുകളിലുള്ള താരിഫ് എത്രയാണ്, ഭാവിയിൽ അത് എത്രയായിരിക്കും, ഇങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി വേണം. എന്ന് മാത്രമല്ല, ഇതിനൊരു ലീഗൽ ബാക്കിങ്ങും വേണം. അതായത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു ഡീലിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ ഡീലിൽ പറയുന്ന അത്രയും കാലഘട്ടത്തോളം മാറ്റമില്ലാതെ ഇത് മുന്നോട്ട് പോകുമെന്നും, ഏതെങ്കിലും രാജ്യങ്ങൾ ഇതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ലീഗലായിട്ടുള്ള ആക്ഷൻ എടുക്കാൻ സാധിക്കണം മുതലായ ഒരുപാട് കാര്യങ്ങൾ ഒരു ട്രേഡ് ഡീലിൻ്റെ ഭാഗമായിട്ട് വരണം. അപ്പോൾ അമേരിക്ക ഈ ട്രേഡ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യത്തെ എപ്പോഴും ദുരുപയോഗം ചെയ്യുന്നത് കൊണ്ട്, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾക്ക് മേലെ ഒരു ആയുധം പോലെ പ്രയോഗിക്കുന്നത് കൊണ്ട് അമേരിക്കയുമായിട്ടുള്ള ഡിപ്പെൻഡൻസ് കുറച്ച് മറ്റ് രാജ്യങ്ങളുമായി കൂടുതൽ ട്രേഡിലേക്ക് പോവുക എന്നുള്ളത് ഇപ്പോൾ ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു ഡീല് ഇന്ത്യയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബെനിഫിഷ്യലാണ്. എന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ നെഗറ്റീവാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇത്തരം രാജ്യങ്ങളെല്ലാം സ്വതന്ത്രമായ വ്യാപാര കരാറുകളിൽ ഏർപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അമേരിക്കയും ഇത്തരം രാജ്യങ്ങളും തമ്മിലുള്ള ട്രേഡിൽ വലിയ രീതിയിലുള്ള കുറവുകൾ വരികയാണ്. മാത്രമല്ല, അമേരിക്കയും ഈ രാജ്യങ്ങളും തമ്മിലുള്ള ആ ഒരു ഡിപ്പെൻഡൻസി ഇല്ലാതാവുന്നത് കൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങളെ ശിക്ഷിക്കാനും തങ്ങൾ പറയുന്ന കാര്യങ്ങൾ അനുസരിപ്പിക്കാനും ട്രേഡും താരിഫും ഒരു ആയുധമാക്കി ഉപയോഗിക്കുന്ന അവരുടെ ആ ഒരു കഴിവും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അത് മാത്രമല്ല, കൂടുതൽ രാജ്യങ്ങൾ ഈ ഒരു ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യയുടെയും യൂറോപ്യൻ യൂണിയൻ്റെയും ഇടയിൽ വലിയ രീതിയിലുള്ള ട്രേഡ് ഡീൽ വന്നിരിക്കുന്നു. മാത്രമല്ല, ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, യൂറോപ്യൻ യൂണിയനും അമേരിക്കയും തമ്മിലൊരു ട്രേഡ് ഡീലിൽ എത്തിയിരുന്നുവെങ്കിലും ആ ഒരു ഡീൽ ഇപ്പോൾ അവർ പോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി കാനഡയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ചൈനയുമായിട്ട് അവർ ട്രേഡ് ഡീൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യ ഈ ഒരു ട്രെൻഡിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഇന്ത്യ എന്ന് പറയുന്നത് ഗ്ലോബൽ സൗത്തിൻ്റെ ലീഡർ, അല്ലെങ്കിൽ ലോകത്തിലെ വികസ്വര രാജ്യങ്ങളുടെ നേതാവ് എന്നാണ് അറിയപ്പെടുന്നത്. സോ ഇന്ത്യ തുടങ്ങി വെച്ചിരിക്കുന്ന ഈ ഒരു ട്രേഡ് മറ്റ് രാജ്യങ്ങളിലേക്കും വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് അമേരിക്കയെ സാരമായി ബാധിക്കും. സോ ലോകരാജ്യങ്ങളെ വരുതിക്ക് നിർത്താനും തങ്ങളുടെ വരുതിക്ക് വരാത്ത രാജ്യങ്ങളെ ശിക്ഷിക്കാനും ഈ ട്രേഡും താരിഫും മാറി മാറി ഉപയോഗിച്ചുകൊണ്ടിരുന്ന അമേരിക്കയ്ക്കും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനും വലിയൊരു തിരിച്ചടിയാണ് ഈ ഇന്ത്യ EU ട്രേഡ് ഡീൽ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ജിയോ പൊളിറ്റിക്കലായി ഈ ഒരു ട്രേഡ് ഡീലിന് വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നത് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. സോ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും എന്തുകൊണ്ടാണ് ഇന്ത്യയുടെയും യൂറോപ്യൻ യൂണിയൻ്റെയും ഇടയിലുള്ള ഈ ട്രേഡ് ഡീലിനെ മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് വിശേഷിപ്പിക്കുന്നത്, ഈ ഒരു ട്രേഡ് ഡീലിൻ്റെ സ്പെസിഫിക്സ് അല്ലെങ്കിൽ ഇതിനകത്തെ ഫാക്ട്സും ഫിഗേഴ്സും എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് വ്യാപാരപരമായിട്ടുള്ള ഒരു ഡീല് ജിയോ പൊളിറ്റിക്കലായി വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നത്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തെക്കുറിച്ചും ഈ ഒരു വീഡിയോയെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല ടോപ്പിക്സുമായി വീണ്ടും വരുന്നത് വരേക്കും നന്ദി.